അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഒരുവിധം കഴുകിയൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിനുള്ളിൽ കയറുമ്പോൾ ഈ കോലന്നായിരുന്നില്ല കേട്ടോ, ഉള്ളിലേക്ക് അച്ഛനായിരുന്നു. പല ആൾക്കാരുടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെപ്പോഴും പരാതി പറയുന്ന ഒരു സംഭവമാണ് വാഷ്റൂം തീരെ പോരാ. അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു ടാങ്ക് ഉണ്ട്, ഇതിലാണ് നമുക്ക് വെള്ളം ഫില്ല് ചെയ്യേണ്ടത്. അതിന് നമുക്ക് വെള്ളം ഫില്ല് ചെയ്യുന്ന സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ ഒരു സ്റ്റേഷൻ എത്താൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം വെള്ളം നമ്മളെപ്പോഴും സ്റ്റോർ ചെയ്യണം. അത് അവർ ഫില്ല് ചെയ്യേണ്ടതൊന്നും ഉണ്ടാവുന്നില്ല, അവർക്ക് അവരുടെ ഡ്യൂട്ടി പോലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളാണ് 2-3 ദിവസമൊക്കെ ട്രെയിൻ യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ സ്വന്തം വീട് പോലെ നമ്മളതിൽ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് കറക്റ്റ്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് ഇത്ര ദാരിദ്ര്യം റെയിൽവേക്ക് എന്തുകൊണ്ടാണ്? നല്ലൊരു ഭക്ഷണം ആദ്യം നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പഠിക്കും. ഈ യാത്രക്കാര് ഒരു നല്ല ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്രയും ലോക യാത്ര 2 ദിവസം. എഫ് ജി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഒരു ട്രെയിൻ യാത്രയിലാണ്, അതായത് ഡൽഹി ടു തൃശ്ശൂരിലേക്കുള്ള യാത്രയിലാണ്. അപ്പം ഞാൻ ഓൾറെഡി മംഗള എക്സ്പ്രസിൻ്റെ വീഡിയോ, മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ട്രെയിനിൻ്റെ റിവ്യൂ കാര്യങ്ങളായിട്ടല്ല ചെയ്യുന്നത്. പക്ഷേ അതിലൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വ്ളോഗിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. യാത്ര എങ്ങനെയുണ്ട്? ട്രെയിനിലെ യാത്ര അടിപൊളിയാ? ഫുഡ് അടിച്ചോ? എന്ത് ഫുഡ് കഴിച്ച്? അങ്ങനെ എന്താ ഫുഡ് കഴിച്ചു? പിന്നെ നീയോ? നീ എന്താ കഴിച്ചു? ബിരിയാണി കഴിച്ച്. ആക്ച്വലി ഞാൻ എടുത്തിട്ടുള്ള ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 AC ആണ് ടിക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഏകദേശം 850 രൂപയാണ് സ്ലീപ്പർ ക്ലാസ്സിന് വരുന്നത്. അതുപോലെ സെക്കൻഡ് ക്ലാസ്സിന് 250, പിന്നെ 3 AC ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 2450 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 3 AC ആണ്. 3 AC യിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഫാമിലി ഉള്ളതുകൊണ്ട് 3 AC തന്നെ നമുക്ക് നടക്കും. പക്ഷേ 3 AC പറഞ്ഞ പോലെ അത്ര വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ രാജധാനിച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് സ്ലീപ്പർ ക്ലാസ്സിന് ഗ്ലാസ് ഇട്ടിട്ട് AC ഇട്ട പോലുള്ള വൃത്തിയും കാര്യങ്ങളും വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണ്, നിങ്ങളുടെ ടോയ്ലറ്റ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്ത് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ പോകണം. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യണം, ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഒരുവിധം കഴുകിയൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിനുള്ളിൽ കയറുമ്പോൾ ഈ കോലന്നായിരുന്നില്ല കേട്ടോ, ഉള്ളിലേക്ക് അച്ഛനായിരുന്നു. ഇപ്പോൾ ഉള്ളത് വെച്ചിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. എന്താ പറയുക, നമുക്കിപ്പോൾ ഉള്ളത് വെച്ചിട്ടുള്ള ചെയ്യാൻ പറ്റും. ഞാൻ ബ്രഷും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷേ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളത് നമ്മളെ പറ്റിയ രീതിയിൽ ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. വെള്ളം കുറവാണ്.
ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിനി അടുത്ത സ്റ്റേഷനിൽ എത്തി കഴിഞ്ഞാൽ വെള്ളം കയറ്റിയിട്ട് വാഷ് ബേസിനും കൂടി കഴുകാണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ഒരുവിധം കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എത്രത്തോണ്ട് ഇങ്ങനെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഇത് വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂം കഴിയുന്നൊരു വീഡിയോ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മലയാളികളായാൽ പോലും ട്രെയിനിൽ ബാത്റൂം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വാഷ് ചെയ്യാതെ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാതെ അങ്ങനെ ഇട്ട് പോവാണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ തന്നെ നമ്മൾക്ക് സ്വയം നമ്മൾ ഫാമിലിയൊക്കെ ഇട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അതിനൊരു മാറ്റം വരുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരിപ്പോൾ എത്ര ആയാലും അവരേതൊരു ഒരുപാട് ആൾക്കാർ കയറി ഇറങ്ങുന്നതുകൊണ്ട് ക്ലീൻ ചെയ്യണത് അത്ര വൃത്തി ആവണമെന്നില്ല. പക്ഷെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയിൽ ക്ലീൻ ചെയ്തിട്ട് ഒഴിവാക്കുക. അപ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങളില്ല. അടുത്ത് വരുന്ന ആൾക്കാർക്കും നെക്സ്റ്റ് യൂസ് ചെയ്യാം. പല ആൾക്കാരുടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെപ്പോഴും പരാതി പറയുന്ന ഒരു സംഭവമാണ് വാഷ്റൂം തീരെ പോരാ, അത് പോരാതാക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾക്ക് ശേഷം വരെ അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് ബൾക്കാക്കി യൂസ് ചെയ്തിട്ട് കച്ചറാക്കി കളയുന്നതാണ്. അപ്പോൾ നമ്മൾ തന്നെ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യുക. നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ റെയിൽവേനെ കുറ്റം പറഞ്ഞ കാര്യമൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ടാങ്ക് ഉണ്ടോ, ഇതിലാണ് നമുക്ക് വെള്ളം ഫില്ല് ചെയ്യേണ്ടത്. അതിന് നമ്മൾക്ക് വെള്ളം ഫില്ല് ചെയ്യുന്ന സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ ഒരു സ്റ്റേഷൻ എത്താൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം വെള്ളം നമ്മളെപ്പോഴും സ്റ്റോർ ചെയ്യണം. അത് അവർ ഫില്ല് ചെയ്യേണ്ടതൊന്നും ഉണ്ടാവുന്നില്ല. അവർക്ക് അവരുടെ ഒരു ഡ്യൂട്ടി പോലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളാണ് 2-3 ദിവസമൊക്കെ ട്രെയിൻ യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ സ്വന്തം വീട് പോലെ നമ്മൾ അതിൽ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് കറക്റ്റാക്കുക. പ്രത്യേകിച്ച് ഫാമിലി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമുള്ളതല്ല. അപ്പോൾ നമുക്ക് ചില സ്റ്റേഷനിൽ മാത്രമേ വെള്ളം ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഗോവയിലുണ്ട്, പിന്നെ അതുപോലെ മുംബൈ, അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട സ്റ്റേഷനിൽ മാത്രമേ നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത പരിപാടി ഗോവയിൽ എത്തി കഴിഞ്ഞാൽ വെള്ളം ഫില്ല് ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. അവിടെ എത്തിയിട്ട് വെള്ളം ഫില്ല് ചെയ്യണം. സോ ഫ്രണ്ട്സ്, നമ്മുടെ ബാത്റൂമിൽ വെള്ളമില്ല. അപ്പോൾ നമ്മൾ വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഗോവയിലുള്ളത്. നമ്മൾ കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നോക്കുകയാണ്. उधर से नहीं है, उधर से बाथरूम का नहीं है। हाँ, उधर नहीं है। नहीं, एसी में सिंगल है। हाँ, इसमें मोटर रहता है ना, पानी का टैंक इधर है। हाँ, स्लीपर का डायरेक्ट रहता है। हाँ, स्लीपर का डायरेक्ट है। इधर क्या है, इसका इधर से मोटर से खींचता है। आपका नाम? मेरा विपिन। ഫില്ല് ചെയ്തു. പിന്നെ അപ്പോഴേക്കും ഒരാൾ വന്നിട്ട് ഓടി വന്ന ആൾ പറഞ്ഞു എ സിയുടെ ഒറ്റ ടാങ്കുള്ളൂ, അപ്പോൾ നമ്മൾ ഇതിൽ ഫില്ല് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓടി വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വണ്ടിക്കും വേണ്ടിയിട്ട് അതായത് ഒരു ബോഗിക്ക് ഒരു ടാങ്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാ. ഒറ്റ ബോഗിക്ക് ഒറ്റ ടാങ്ക്. സാധാരണ സ്ലീപ്പറിൽ ഇങ്ങനെയല്ല. സ്ലീപ്പറിൽ നമ്മൾ ഡയറക്റ്റ് ഇതിൽ ഓൾറെഡി മോട്ടറുണ്ട്, അത് വെച്ചിട്ട് കണക്ട് ആക്കുകയെന്ന് പറഞ്ഞത് നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതേപോലെ നമ്മുടെ അപ്പുറത്താണ് B2 ആണ്, അവിടുത്തെയാണ് നമ്മളത്. അതിൽ നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അതൊരു ചായ എന്തെങ്കിലും പാകം. ഞങ്ങളിപ്പോൾ ഉള്ളത് മഡ്ഗൗണിലാണ് കേട്ടോ, മഡ്ഗൗൺ. ഇപ്പോൾ നമ്മൾ കാർവാർ എന്ന സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കാർവാറിലാണ് ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. അതായത് ഗോവയുടെയും മാംഗ്ലൂരിൻ്റെയും നടുക്കിലുള്ളൊരു സ്റ്റേഷനാണ് കാർവാർ. അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാന്നുള്ളൊരു പ്രശ്നമാണ്. ഫുഡ് എനിക്ക് തോന്നുന്നു റെയിൽവേയിൽ നിന്ന്, അതായത് പാൻട്രിയിൽ നിന്ന് കിട്ടുന്ന ഫുഡ് വളരെ മോശം ഫുഡ് തന്നെ പറയാം. പക്ഷേ നമുക്കൊരു നെസ്റ്റാൾജിക്കൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അത് കഴിക്കുന്നതിനോട് തെറ്റൊന്നുമില്ല. കാരണം പലർക്കും അനുഭവങ്ങളുള്ളായിരിക്കും റെയിൽവേയിലെ ഫുഡ് അല്ലെങ്കിൽ ട്രെയിനിലെ ഫുഡ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി നമ്മൾ സ്റ്റേഷനിലൊക്കെ ഇറങ്ങി നിർത്തുമ്പോൾ അവിടുന്ന് ഫുഡ് വാങ്ങി കഴിക്കുന്നതായിരിക്കും ഒന്നുകൂടി രസം. കാരണം ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റൈസിൽ മസാല ഒക്കെ കൂട്ടിയിട്ട് ഒരു ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല. അതന്നെ എല്ലാത്തിലേക്ക് യൂസ് ചെയ്തിട്ട് നമ്മളെന്തായാലും ക്യാഷ് കൊടുക്കുന്നില്ല.
നമ്മൾ അത്യാവശ്യം ക്യാഷ് കൊടുക്കുന്നുണ്ട്. ഒരു ബിരിയാണിക്ക് 120-150 രൂപ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഫുഡ് തരാം. പക്ഷെ അവർ ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെ. നല്ല ഫുഡ് റെയിൽവേയിൽ, ഞാനിപ്പോൾ 10 ദിവസത്തെ ട്രാവലിൽ എനിക്ക് ഏറ്റവും മോശം ഫുഡ് കിട്ടിയത് റെയിൽവേയിൽ നിന്നായിരുന്നു. തക്കാളി എങ്ങനെയുണ്ടല്ലേ ബിരിയാണി? ശരിക്കും ഉപ്പ് മാത്രമുള്ളൊരു കറി. ഇതിൻ്റെ കൂടെ റേഷനരി, തനി റേഷനരി, റേഷൻ്റെ പച്ചരി, 2 കോഴിമുട്ട. ഇതിൻ്റെ പേരാണ് കോഴിമുട്ട ബിരിയാണി. ഈ കോഴിമുട്ട ബിരിയാണി ആരാ കൊടുക്കണമെന്ന് അറിയും? ഇന്ത്യൻ റെയിൽവേ. അപ്പോൾ ഇത് പൈസ കൊടുത്തിട്ടാണ് മനുഷ്യൻ മേടിക്കുന്നത്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ പച്ചവെള്ളം ഒഴിച്ചിട്ടുള്ള ചായ, അതിലൊരു അല്പം ചായപ്പൊടി, ഒറിജിനൽ ചായപ്പൊടി പോലും ഇല്ല. അപ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് ഇത്ര ദാരിദ്ര്യം, ഇത്ര ദാരിദ്ര്യം റെയിൽവേക്ക് എന്തുകൊണ്ടാണ്? ഒരു നല്ലൊരു ഭക്ഷണം, ആദ്യം നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പഠിക്കും. ഈ യാത്രക്കാർ ഒരു നല്ല ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്രയും ലോക യാത്ര. 2 ദിവസം. ഇത് ശരിക്കും ഈ അരി ഇതിപ്പോൾ ക്യാമറയിൽ സ്മെല്ല് അറിയാൻ പറ്റൂല. ശരിക്കും പഴകിയ അരിയാണിത്. പഴകി വേസ്റ്റായിട്ട് ഒഴിവാക്കുന്ന അരി ഇന്ത്യൻ റെയിൽവേ എടുത്തിട്ടാണ്. ഇന്ത്യൻ റെയിൽവേൻ്റെ കാറ്ററിംഗ് സർവീസിൽ എടുത്തിട്ട് അവർ ഈ ഫുഡ്, ഇത് വലിയൊരു അഴിമതിയാണ്. ഇത്രയും കോടിക്കണക്കിന് ഉറുപ്പ്യ ചിലവാക്കിയിട്ട് എന്ത് ചെയ്തി പോയി കൊടുക്കണേ? ഡൽഹിയിൽ നിന്ന് ഏകദേശം എറണാകുളം വരെ ഓടുന്ന ട്രെയിനിൽ ഈ പുഴുങ്ങിയ അരി ഇത് കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആരോ വലിയ തട്ടിപ്പിലൂടെ, അഴിമതിയിലൂടെ പകുതി വിലക്ക് 10% പോലും ഇതിന് പൈസ കൊടുത്തിട്ടുണ്ടാവില്ല. ഇത് വെറുതെ ഗോഡൗണിൽ നിന്ന് പുഴു അരിച്ചിട്ട് ഒഴിവാക്കി അരി അയച്ചാൽ അപ്പോൾ ഇതിന് പുഴും കിട്ടും. അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഗതികേടോണ്ട് മേടിച്ച് തിന്നാണ്. ചപ്പാത്തിയിൽ ഏത് ഫുഡായാലും ഇത് പൈസ കൊടുക്കണം. ആ വിലക്കുള്ള ഫുഡ് കൊടുത്തോളൂ. അരി നല്ല കൊടുത്തൂടെ? 1 കിലോ അരി നല്ല അരി മേടിക്കുകയാണെങ്കിൽ തന്നെ 120 ഉറുപ്പ്യ വരുള്ളൂ. കിട്ടുന്നെങ്കിൽ നമ്മൾ 2 ദിവസത്തെ ട്രിപ്പൊക്കെ ഇടുന്നുണ്ടെങ്കിൽ 1 ദിവസത്തെ ഭക്ഷണം നമുക്ക് പെട്ടെന്ന് നാശാവാത്ത രീതിയിൽ ഭക്ഷണമൊക്കെ കയ്യിൽ കരുതുക. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ. പക്ഷെ ഒന്നുകൂടി പറഞ്ഞെന്ന് മാത്രം, റെയിൽവേയിൽ ഫുഡ് കഴിക്കൽ ഭയങ്കര മോശം പരിപാടി തന്നെയാണ്. നമുക്ക് വയറൊന്നും പറ്റില്ല. കൂടുതലുള്ള പ്രത്യേകിച്ച് ഫാമിലിക്കൊന്നും പറ്റുന്നില്ല. നമ്മളെ ഒരു ഇതൊക്കെ കഴിക്കുന്നതൊക്കെ, പക്ഷേ ഫാമിലി അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.